ഹലോ ഫ്രണ്ട്സ്, ബഷീർ കൊയിലാണ്ടിയാണ്. എല്ലാവർക്കും ബി ആർ വെള്ളിയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്സാണ്, കോഴിയട. മലബാർ ഏരിയയിൽ അധിക വീടുകളിൽ ഉണ്ടാക്കുന്നൊരു സംഭവമാണ് കോഴിയട. കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടാക്കില്ല. വല്ല ഫങ്ഷൻ, പെരുന്നാൾ, നോൽബിന് ഒക്കെ ഉണ്ടാക്കും കൂടുതലായിട്ട്. പിന്നെ ഗൾഫിലോട്ട് കൊടുത്തു വിടാൻ, അങ്ങനെയാണ് കൂടുതൽ ഉണ്ടാക്കുക. ഇവിടെ ഇതിന് കോഴിയട എന്ന് പറയാം. കോഴിൻ്റെ ഷേപ്പാണ് വരിക. അപ്പോൾ നിങ്ങളൊക്കെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് നിൽക്കുക. അപ്പോൾ നിൽക്കിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ. അപ്പോൾ ആവശ്യമായ സാധനങ്ങളാണ്: 1 കിലോ സവാള ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കുക. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, 8 പച്ചമുളകും വെളുത്തുള്ളി, ഒരു തുണ്ട് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി. പിന്നെ 1/2 കിലോ ചിക്കനാണ്, എല്ല് കുറഞ്ഞത്. അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, ചിക്കൻ മസാല ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ മല്ലിയില വേണം, കറിവേപ്പിലയും വേണം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. ഒരു ചെറിയ തോതിൽ പൊരിച്ചെടുത്തിട്ട് ഇറച്ചി ഭാഗങ്ങൾ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമുക്ക് മസാല ഉണ്ടാക്കുക. പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർത്തത് നേരെ പാനിലേക്ക് ഇടുക. നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് സമയം പിടിക്കും ഇത് ആയി വരാൻ. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ചേർക്കുക. വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കുക. മസാലകൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, പിന്നെ ജീരകമാണ് ചേർക്കേണ്ടത്, ജീരകപ്പൊടി. അതും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. മസാലകളൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നല്ലോണം വാടി വരുന്നത് വരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ശേഷം ചിക്കൻ, നേരത്തെ പൊടിച്ച് വെച്ച ചിക്കനും ചേർത്തിട്ട് ഇതേപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ലോണം ഡ്രൈ ആയി വരുന്നുണ്ട്. തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡ്രൈ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഡ്രൈ ആയി വരുന്നേരം ഒരു പാതി ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് മല്ലിയില, കറിവേപ്പിലയും കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചേർക്കാം. ഞാൻ 2 പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് പെട്ടെന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. തീ കുറച്ചിട്ട് നല്ലോണം സ്ലിമ്മിലിട്ടിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. ക്ഷമ ഉണ്ടെങ്കിലെല്ലാം ചെയ്യാം. അപ്പോൾ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതേപോലെ ആവണം. ഇപ്പം ഡ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അട ഉണ്ടാക്കാനുള്ള മൈദ കുഴച്ചെടുക്കണം. മൈദ കുഴച്ച് ഇതേപോലെ ഉരുളകളാക്കിയിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക. നൈസാക്കിയിട്ട് പരത്തുക. എന്നിട്ട് ഇതേപോലെ പുട്ടും കുറ്റിയുടെ അടുപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൽ ഫില്ലിങ് നിറച്ച് ഇതേപോലെ
പല്ലെടുക്കുക. നിങ്ങളുടെ നാട്ടിൽ പല്ലെടുക്കുക എന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇവിടെ പല്ലെടുക്കുക എന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാം പല്ലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരെ ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ച് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലും വരുന്നുണ്ട്, നല്ല സ്മെല്ലാണ്. ഇത് കൂടുതലും ഗൾഫിലോട്ട് കൊടുത്തുവിടാനാണ് കൂടുതൽ ഇങ്ങനെ ആൾക്കാരുണ്ടാക്കുക ഈ മലബാർ ഏരിയയിൽ. എല്ലാം പൊരിച്ചെടുക്കുന്നുണ്ട് നല്ലോണം. പിന്നെ നോൽമ്പിനുണ്ടാക്കും പെരുന്നാളിന്. ഇതിങ്ങനെ പൊരിച്ചിട്ട് ഒരു ഹാഫ് വേവിൽ പൊരിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനടുത്ത് ഇങ്ങനെ പൊരിക്കുക. അല്ലെങ്കിൽ ഈ മസാല ഇതേപോലെ ആക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൊരിച്ചെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.